السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട അൽ-ഖലം അക്കാദമിയിലെ പഠിതാക്കളെ, ബീവി നഫീസാത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പോരിഷ, അവരുടെ ചരിത്രം, ജീവചരിത്രം, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും വലിയ സന്തോഷത്തിലാണ് എന്നറിയാം. കാരണം നഫീസ റളിയല്ലാഹു അൻഹയെ പറ്റിയാണല്ലോ പറയുന്നത്. എല്ലാവരും ചായ കുടിച്ചോ, അല്ലെങ്കിൽ ചോറ് തിന്നോ, ഭക്ഷണം കഴിച്ചോ? രാവിലെ ആണെങ്കിൽ ചായ കുടിച്ചോ എന്ന് ചോദിക്കാം, ഉച്ചക്കാണെങ്കിൽ, രാത്രിയാണെങ്കിൽ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാം. അപ്പൊ എല്ലാവരും ഭക്ഷണവും ചായയൊക്കെ കുടിച്ചില്ലേ? കാരണം എപ്പോഴാണ് ക്ലാസ് കേൾക്കുന്നത് എന്നറിയില്ലല്ലോ. ഏതായാലും എല്ലാവർക്കും നല്ല സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. വളരെ റാഹത്തിലാണ് എന്ന് കരുതുന്നു. അള്ളാഹു സന്തോഷവും റാഹത്തും നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ. സമാധാനം അള്ളാഹു എപ്പോഴും നിലനിർത്തി തരുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ എഴുതി വെച്ചില്ലേ? നോട്ട് ചെയ്ത് വെച്ചില്ലേ? പ്രധാന ഭാഗങ്ങളൊക്കെ കുറിച്ചു വെച്ചിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് പരീക്ഷ ബീബി നഫീസ റളിയല്ലാഹു അൻഹയുടെ ജനനവും അവിടുത്തെ ബാല്യകാലവും ഒക്കെ നമ്മൾ സ്മരിച്ചു. ഇനി ഏറ്റവും മനുഷ്യ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ വിവാഹ ജീവിതം. നിങ്ങളൊക്കെ നിങ്ങളുടെ വിവാഹ ജീവിതം, അതിൻ്റെ തുടക്കം ഓർക്കുന്നവരായിരിക്കും. വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ വിവാഹത്തിൻ്റെ ആദ്യഘട്ടം, പ്രാരംഭം, അങ്ങുമിങ്ങും അന്വേഷണങ്ങളും അതോടൊപ്പം അതിലേക്ക് കാലെടുത്ത് വെച്ച ആദ്യഘട്ടമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടവും എന്നെന്നും ഓർക്കുന്നതുമായ ഒന്നാണ്. അപ്പൊ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ്, പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് വൈവാഹിക ജീവിതം എന്നുള്ളത്. അപ്പോൾ ഏതൊരാളുടെയും ജീവചരിത്രം പറയുമ്പോൾ അയാളുടെ വൈവാഹിക ജീവിതം അതിൽ കടന്നു വരും. അപ്പം ബീവി നഫീസ റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടായിരുന്ന വൈവാഹിക ജീവിതം എങ്ങനെയായിരുന്നു? മഹദി വലിയ സൂഫി വര്യയും ഭൗതിക പരിത്യാഗയും അതോടൊപ്പം ആബിദത്ത്, അല്ലാഹുവിന് ഇബാദത്തിലായി മുഴുകിയ വനിതയുമായിരുന്നല്ലോ. അവർ വിവാഹം കഴിച്ചിരുന്നോ ഇല്ലേ? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങളൊക്കെ വിചാരിക്കും, നിങ്ങളെല്ലാവരും അല്ല, ചില ആളുകൾ ഈ ഇബാദത്തൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക്, ദുനിയാവ് വേണ്ടാത്ത അള്ളാഹുവിനെ മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് നിക്കാഹൊന്നും കഴിക്കൂല, അവർ വിവാഹമൊന്നും കഴിക്കൂല. അങ്ങനത്തെവർക്ക് അത് നല്ലതല്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അതല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റു ചില മതങ്ങളിലുള്ളത് പോലെയുള്ള കന്യകത്വം കാത്തു സൂക്ഷിക്കുക, ബ്രഹ്മചാര്യം, അതൊന്നുമില്ല. മനസ്സിലായോ? പിന്നെ വിവാഹം കഴിക്കണം, സന്താനോൽപാദനം നടത്തണം, നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന പരമ്പര ഇവിടെ ഉണ്ടാകണം. ആ പരമ്പര എന്നെന്നും നിലനിൽക്കുകയും വേണം. അത് ഏറ്റവും ഖൈറുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയാണ്, സുന്നത്താണ്. അപ്പം ബീവി നഫീസ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചിട്ടുണ്ട്, വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ടുണ്ട്. എല്ലാ നബിമാരും വിവാഹം ചെയ്തിട്ടുണ്ട്, ഈസാ നബി അലൈഹിസ്സലാം ഒഴികെ.
നിങ്ങൾ ചിന്തിക്കും, എല്ലാ നബിമാരും വിവാഹം കഴിച്ചിട്ടുണ്ടോ? അപ്പൊ നബിമാർക്ക് പ്രബോധനല്ലേ, അവർക്ക് മറ്റു ഇബാദത്തുകളൊക്കെ ചെയ്യണ്ടേ, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണ്ടേ? അതെ, അതൊക്കെ മഹത്തരമായ കാര്യമാണ്. അതോടൊപ്പം ഏറ്റവും പുണ്യമുള്ള കാര്യം കൂടിയാണ് വിവാഹം, നിക്കാഹ്. മനസ്സിലായോ? അപ്പോ എല്ലാ നബിമാരും വിവാഹം കഴിച്ചു. ഈസാ നബി അലൈഹി ഇസ്ലാം വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷെ ഇനി രണ്ടാമതൊരു വരവ് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം വിവാഹം കഴിക്കുകയും സന്താനോൽപാദനം നടത്തുകയും ചെയ്യും. ആ വരവിലാണ് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ഈസാ നബിയുടെ പേരിൽ ഉണ്ടാക്കിയ കുരിശുകൾ, ചർച്ചുകളൊക്കെ പൊളിക്കുക, കുരിശുകളൊക്കെ പൊട്ടിക്കുക. ആ സമയത്താണ്. അപ്പോ വിവാഹത്തിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? മറ്റുള്ള വികാരങ്ങളിൽ നിന്ന്, ഹറാമായ വികാരങ്ങളിൽ നിന്ന് എൻ്റെ ദീന് കാത്തുരക്ഷിക്കണം, എൻ്റെ ദീനിന് സംരക്ഷണം ഉണ്ടാകണം, ഈ ഒരു നിയ്യത്തുണ്ടാകണം വിവാഹം കഴിക്കുമ്പോൾ. സുന്നത്താണ്. അതോടൊപ്പം എനിക്ക് സ്വാലിഹീങ്ങളായ മക്കൾ, എൻ്റെ ദീനിന് ഉപകരിക്കുന്ന മക്കൾ ഇവിടെ ഉണ്ടാകണം, ഞാൻ മരിച്ചു പോയാലും ദുആ ചെയ്യുന്ന മക്കൾ, ഇതും ഉദ്ദേശമായിരിക്കണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, അപ്പോൾ ആ സുന്നത്ത് എനിക്ക് കിട്ടണം, ഇതും ഉദ്ദേശമായിരിക്കണം. അല്ലാതെ കേവലം ഭൗതിക ലക്ഷ്യങ്ങൾ മാത്രം വെച്ച് നിങ്ങൾ കല്യാണം കഴിച്ചാൽ, ഓ പെണ്ണുങ്ങളെ, ആ വിവാഹം കൊണ്ട് നമുക്ക് സുന്നത്ത് കിട്ടുകയില്ല. മറ്റു ലക്ഷ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഈ പറഞ്ഞ 3 ലക്ഷ്യങ്ങളാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഒരുപാട് മഹത്വങ്ങൾ വിവാഹം ചെയ്യുന്നതിനുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് നഫീസ റളിയല്ലാഹു അൻഹയുടെ വിവാഹത്തെ പറ്റി നമുക്ക് പറയാം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ പുരുഷന്മാരെ, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും വിവാഹത്തിന് സാധ്യമായ എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊണ്ട് സാധ്യമാകും, ശാരീരികമായി സാധ്യമാകും. ഏതെങ്കിലും ഒന്നുകൊണ്ട് സാധ്യമായിട്ട് കാര്യമില്ല കേട്ടോ, വിവാഹം കഴിക്കാൻ പറ്റൂല. ധാരാളം പണമുണ്ട്, പക്ഷേ ഒരു പെൺകുട്ടിയെ സംതൃപ്തിപ്പെടുത്താനുള്ള ശാരീരിക ശേഷിയില്ല, വിവാഹം കഴിക്കാൻ പാടില്ല. അവൻ നോമ്പ് നോക്കണം. നേരെ തിരിച്ചും വിവാഹം കഴിക്കാനുള്ള ആഗ്രഹവും ശാരീരികമായ ശേഷിയുമൊക്കെ ഉണ്ട്, പക്ഷേ അതിനുള്ള സമ്പത്തില്ല, സമ്പാദ്യമില്ല. അതും പാടില്ല. കാരണം ആ പെൺകുട്ടിക്കുള്ള ചെലവൊക്കെ പിന്നെ കൊടുക്കൽ നിർബന്ധമാണ്. എത്ര സമ്പൂർണമായ മതമാണ് ശുദ്ധമായ ഇസ്ലാം, സമഗ്രമായ മതമാണ്. നിങ്ങൾ നോക്കൂ. അപ്പൊ പുരുഷന്മാരോട് പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിച്ചാൽ അത് നിങ്ങളുടെ കണ്ണുകൾക്ക് സംരക്ഷണം നൽകും, നിങ്ങളുടെ കുഴിയ ഭാഗങ്ങൾ, സ്വകാര്യ അവയവങ്ങൾ, അതിന് സംരക്ഷണം ഉണ്ടാകും എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ വിവാഹം കഴിക്കുന്നത് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് 4 കാര്യങ്ങൾ നോക്കിയിട്ടാ. പൊതുവെ ഒന്ന്, ചിലപ്പോ ഓളെ സമ്പത്ത് കണ്ടിട്ട് ചില ആളുകൾ മയങ്ങിപ്പോവും. അങ്ങനെ ഉണ്ടാവൂലേ? നിങ്ങളൊക്കെ ചിന്തിച്ചു നോക്കി. എന്നെപ്പോ എൻ്റെ പുതിയാപ്പിള കെട്ടിയത്, എൻ്റെ ഭർത്താവ് ഇപ്പൊ കല്യാണം കഴിച്ചത് എന്തിനാണ്? എൻ്റെ സമ്പത്ത് കണ്ടിട്ടാണോ? എൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണോ? എൻ്റെ തറവാട് കണ്ടിട്ടാണോ? അല്ല, എൻ്റെ ദീന് കണ്ടിട്ടാണോ? നബി തങ്ങൾ പറഞ്ഞു, ദീന് നോക്കിയിട്ട് പെണ്ണ് കെട്ടിക്കോളൂ, ബാക്കിയുള്ളതൊക്കെ പിന്നുണ്ടാകാം, പക്ഷെ ദീന് അതാണ് പ്രധാനം. ദീൻ നോക്കി കെട്ടിയാൽ അവരൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊക്കെ ഏറ്റവും വേണ്ടത് ദീനാണ്. ദീൻ ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ ജീവിതം മനോഹരമായിരിക്കും. ഹറാമുകളിൽ നിന്ന് അകലാൻ ആ ഭർത്താവിന് എപ്പോഴും പ്രേരണ ഉണ്ടാവും. ഭർത്താവ് എത്ര മോശമാണെങ്കിലും ദീനുള്ള പെണ്ണാണെങ്കിൽ ജീവിതം കളറായിരിക്കും. ഹിജാബൊക്കെ ഇട്ട് അല്ലെ, നല്ല ചിട്ടയുള്ള വേഷം ധരിച്ച് ആവശ്യത്തിന് സംസാരിച്ചൊക്കെ നടക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ്. മുത്തോഴി ത്വാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ കേൾക്കില്ലേ? ഉറങ്ങുന്നുണ്ടോ? ഉറങ്ങരുത്.
നിങ്ങളോടാ പറയും, നിങ്ങൾ കേൾക്കേണ്ട വിഷയമല്ലത്. അദ്ദുനിയാ കുല്ലുഹാ മതാ, ഈ ദുനിയാവ് മൊത്തം ചരക്കുകളാണെങ്കിൽ വഖൈറു മതാഇദ് ദുനിയൽ മർഅതു സ്വാലിഹ എന്നാ പറഞ്ഞത്. ഈ ദുനിയാവ് ഏറ്റവും നല്ല സാധനം അത് സ്വാലിഹത്തായ നല്ല പെണ്ണാണ്. ആ പെണ്ണിനെ കിട്ടാനാണ് പണി. സ്വഭാവം മേന്മയുള്ള, ആരും ഇഷ്ടപ്പെടുന്ന സ്വഭാവമുള്ള നല്ല പെണ്ണ്, അതാണ് ഈ ദുനിയാവ് ഏറ്റവും നല്ല ചരക്ക്. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതായി കാണാം, എൻ്റെ ശേഷം ഇവിടെ എന്തെങ്കിലും വലിയ ഫിത്ന സംഭവിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഫിത്ന പുരുഷന്മാർക്ക് പേടിക്കേണ്ടത് സ്ത്രീകളെയാണ്. കാരണം സ്ത്രീകൾ അവരുടെ സ്വഭാവം മോശമായി കഴിഞ്ഞാൽ ഏറ്റവും മോശമാവാനുള്ള വേറൊന്നും ഇവിടെ ലോകത്തില്ല. മനസ്സിലായോ? നന്നായാലോ സ്ത്രീകളെക്കാൾ നല്ല വേറൊന്നില്ല. അപ്പോ നമ്മൾ ഈ നല്ല റൂട്ടിൽ പോകാൻ വേണ്ടി ശ്രമിക്കണം. അതാണ് ബീവി നഫീസ റളിയല്ലാഹു അൻഹയുടെ വഴി, അങ്ങനെയായിരുന്നു. അതിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകണം. അള്ളാഹു തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ലൊരു പെണ്ണിന്റെ സ്വഭാവം പറഞ്ഞ കൂട്ടത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മുസ്തഫാദുൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹി ഖൈറുൽ ലഹു മിൻ സൗജത്തിൻ സ്വാലിഹ. ഒരു മുഅ്മിൻ അല്ലാഹുക്ക് തഖ്വ ചെയ്യുക എന്നത് കഴിഞ്ഞാൽ ഏറ്റവും ഖൈറായത് അവന്റെ പെണ്ണ് തന്നെയാണ്, സ്വാലിഹത്തായ പെണ്ണ്. എന്താ പെണ്ണിന്റെ പ്രത്യേകത? നല്ല പെണ്ണാണെങ്കിൽ ഈ ക്വാളിറ്റി നിങ്ങളടുത്തുണ്ടോ നിങ്ങൾ നോക്കി. വിവാഹം കഴിയാത്ത പെണ്ണുങ്ങളാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ അവർ ചിന്തിക്കുക, എൻ്റെ ഭർത്താവിന് ഞാൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ ഉള്ളവളായിരിക്കണം, എന്നിലുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്താണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ഉണ്ടാക്കി തീർക്കണം. വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളാണ്, സ്ത്രീകളാണ് കേൾക്കുന്നതെങ്കിൽ ഈ ക്വാളിറ്റി എന്നിൽ ഉണ്ടോ എന്നാ നോക്കേണ്ടത്. നഫീസ റളിയല്ലാഹു അൻഹ പോലുള്ള മഹദികൾക്കുള്ള ക്വാളിറ്റി എന്താണത്? ഭർത്താവ് അവളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അനുസരണ ഉണ്ടാവുക. അനുസരണ എന്നുള്ള സ്വഭാവം. ഞാൻ പറഞ്ഞു ഒന്നും അനുസരിക്കൂല എന്നൊരു പുതിയാപ്പിള നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ പോയി മക്കളെ, സുബഹി വരെ മലക്കുകൾ നമ്മൾക്ക് ലഅനത്ത് അറിയിക്കും, ശാപം അറിയിക്കുന്നു. ഒരു പെണ്ണ്, ആ പെണ്ണിലേക്ക് ഭർത്താവ് നോക്കിയാൽ നല്ല പെണ്ണാണെങ്കിൽ അവൾ അവനെ സന്തോഷിപ്പിക്കും. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻഷൻ കൊണ്ട് മുഖം കറുത്തിങ്ങ വരിക, വീട്ടിലെത്തിയിട്ടതാ വീടിന്റെ പൂമുഖത്ത് തന്നെ ഇരിക്കുന്നു ഭാര്യ. ആ മുഖം കണ്ടപ്പോൾ തന്നെ, ആ ചിരി കണ്ടപ്പോൾ തന്നെ ഇവന്റെ സങ്കടങ്ങളൊക്കെ കെട്ടഴിഞ്ഞു പോയി, ടെൻഷനുകളൊക്കെ ഒരുകിപ്പോയി. ആ ഭാര്യയാണ് ഏറ്റവും നല്ല ഭാര്യ. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അവളോട് അവൻ എന്തെങ്കിലും സത്യം ചെയ്ത് പറഞ്ഞാൽ, ഒരു വിഷയം പറഞ്ഞാൽ അവൾ അത് നടപ്പിലാക്കി കൊടുക്കുന്നു. അതിലുപരി ഏറ്റവും പ്രധാനപ്പെട്ടത്, അവൻ സ്ഥലത്തില്ലെങ്കിൽ അവന്റെ ഉപദേശം അവൾ കൈകൊണ്ടവളായിട്ട് അവന്റെ സമ്പത്ത് സംരക്ഷിക്കുന്നു, അവന്റെ മക്കളെ സംരക്ഷിക്കുന്നു, അവന്റെ വീട്ടുകാരെ നോക്കുന്നു. അവനില്ലാഞ്ഞിട്ടും ഒരു കുറവും വരുത്താതെ വീടും വീട്ടുകാരെയും മക്കളെയും സമ്പത്തിനെയും കൊണ്ടുപോകുന്നു. അതിനെല്ലാം ഉപരി അവളുടെ സ്വശരീരത്തെ അവൾ സംരക്ഷിക്കുന്നു, സൂക്ഷിക്കുന്നു. ഒരു ഹറാമിലേക്കും അത് കൊണ്ടുപോകുന്നില്ല, എത്തിക്കുന്നില്ല. അത്രത്തോളം നല്ല സ്വാലിഹത്തായ ഒരു പെണ്ണ് വേറെ ഇല്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് അവിഹിതങ്ങൾ വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ലല്ലോ. അവിഹിതങ്ങൾ കുന്നുകൂടിയിരിക്കുന്നു. എത്രത്തോളം എന്നാൽ വനിതാ കമ്മീഷൻ അതിന്റെ അധ്യക്ഷ സതീദേവി ഈ അടുത്ത് പറഞ്ഞ ഒരു പ്രസ്താവന, അവിഹിത ബന്ധങ്ങൾ കൂടുന്നു, കുടുംബ ബന്ധങ്ങൾ തകരുന്നു എന്നതാണ്. ഭർത്താവ് ഗൾഫിലാണെങ്കിൽ പെണ്ണിന് നാട്ടിൽ ബന്ധങ്ങൾ, പോസ്റ്റ്മാനുമായി ബന്ധം, പാൽക്കാരനുമായി ബന്ധം, കടയിൽ ബന്ധം, ഓട്ടോക്കാരനുമായി ബന്ധം, ഡ്രൈവറുമായി ബന്ധം, അയൽക്കാരനുമായി ബന്ധം, ഇങ്ങനെ തുടങ്ങി ജോലി സ്ഥലത്ത് സഹപ്രവർത്തകനുമായി ബന്ധം,
അപ്പോ നിങ്ങൾ ചോദിക്കും, നിങ്ങളെന്താണ് ഞങ്ങളെ പെണ്ണുങ്ങളെ മാത്രം പറയണത്, ആണുങ്ങളെ പറ്റിയൊന്നും പറയണത്? പെണ്ണുങ്ങളോടല്ലേ പറയണേ, നിങ്ങളോടല്ലേ ക്ലാസ്. അപ്പൊ നിങ്ങളോട് പറയുമ്പോ നിങ്ങളെ പറ്റിയല്ലേ പറയണ്ടേ. നേരെ മറിച്ച് ആണുങ്ങളെ ക്ലാസ് ആണെങ്കിൽ ഓലോട് പറയും. അപ്പോ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിനെ എപ്പോഴും മനസ്സംതൃപ്തി ഉണ്ടാകുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ജീവിതം. ആ ഭർത്താവിന് മറ്റൊരു അന്യനുമായി നാം നോക്കി പുഞ്ചിരിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അന്യനുമായി കൂടിയിരിക്കുന്നത് നമ്മുടെ ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇനി ഭർത്താവിന് ഇഷ്ടമുണ്ടെങ്കിലും പടച്ച റബ്ബിന് ഇഷ്ടമില്ലല്ലോ, അതും നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് തഖ്വ നമ്മുടെ മനസ്സിൽ ഉണ്ടായിത്തീരുന്നത്. അള്ളാഹു ആ തഖ്വയും ഇഖ്ലാസും നമുക്കൊക്കെ ഏറ്റിത്തരുമാറാവട്ടെ. അപ്പൊ അത്രക്ക് പ്രാധാന്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് നിക്കാഹ്, കല്യാണം. നബി തങ്ങൾ പഠിപ്പിച്ച ഒരാൾ നിക്കാഹ് കഴിച്ചാൽ അയാളുടെ ദീനിന്റെ പകുതി പൂർണ്ണമായി പോയി. അത്രക്ക് പ്രതിഫലം വിവാഹ ജീവിതത്തിനുണ്ട്. ആ പെണ്ണിനുണ്ട്, ഭാര്യക്കുണ്ട്, ഭർത്താവിനുമുണ്ട്. എത്ര പ്രതിഫല കിട്ടുന്നത്. അപ്പൊ ഈ പ്രതിഫലമൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ന്യൂജൻ, ഒരു പുതിയ സമൂഹം, തലമുറ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിക്കട്ടെ, ഡിഗ്രി പഠിക്കട്ടെ, PG പഠിക്കട്ടെ, ഡോക്ടറേറ്റ് നേടട്ടെ, എന്നിട്ട് വിവാഹം. എന്തിനാണ് മോളെ അത്രക്ക് നീട്ടിക്കൊണ്ടുപോകുന്നത്? നിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം, ആ നല്ലൊരു ഭാഗമാണ് നഷ്ടപ്പെടുത്തി കളയുന്നത്. അത് നിന്റെ ഭാവി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എത്രയോ സ്ത്രീകൾ വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് പല്ല് കൊയ്യുന്ന കാലത്ത് നോക്കാൻ ആളില്ല, മക്കളില്ല, പേരമക്കളില്ല, കുടുംബമില്ല. കാരണം ഉമ്മാന്റെയും ഉപ്പാന്റെയും തണല് എക്കാലത്തും കിട്ടുകയില്ല. അത് നിങ്ങൾ ചിന്തിക്കണം. ഒറ്റക്കാലിൽ ആരെയും ആശ്രയിക്കാതെ ഞാൻ ജീവിക്കും എന്ന് പറയുന്നത് അത് അഹങ്കാരമാണ്, അത് കിബറിന്റെ ഭാഗമാണ്. അത് പാടില്ല. ആർക്കും, ആണിനും പാടില്ല, പെണ്ണും പാടില്ല. അവർ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആരെയും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കും. പക്ഷെ ഉപ്പയും ഉമ്മയുള്ള കാലത്ത് അവർക്കൊരു സംരക്ഷണം ഉണ്ടാവും. അക്കാലം കഴിയാൻ അധികം സമയം വേണ്ടല്ലോ. അത് കഴിഞ്ഞാൽ നോക്കാൻ ആളില്ല, പല്ല് കൊയ്യുമ്പോൾ എടുത്തു കൊണ്ടുപോകാൻ ആളില്ല, ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ആളില്ല. അതിനാൽ നിങ്ങളുടെ നല്ല കാലത്ത് മുത്ത് റസൂലുള്ളാഹിന്റെ സുന്നത്ത് അത് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ പല അപകടങ്ങളിലും ചെന്ന് ചാടും. സമയത്തിന്, നമുക്ക് പ്രായപൂർത്തിയായ ആ സമയത്തിന് നമ്മൾ വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റുകളിലേക്ക് നാം ചെന്ന് ചാടും. അപകട കെണിവലകളിൽ നാം ചെന്ന് വീഴും, യാതൊരു സംശയവുമില്ല. ഒരുപാട് സംഭവങ്ങൾ, ഉദാഹരണങ്ങൾ നമുക്കറിയാം. കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥകൾ നമുക്കറിയാം. ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവർ, അതിൽ നല്ലൊരു ശതമാനം നല്ലവരുണ്ട്. എന്നാലും മാനസികമായി അവരൊക്കെ വളരെയധികം മോശമായ ചിന്തകളിലേക്ക് പോകുന്നതിന്റെ കാരണം ഇതാണ്. സമയത്തിന് വിവാഹം ചെയ്ത് അയക്കാൻ മാതാപിതാക്കൾ സന്നദ്ധരാകുന്നില്ല, മക്കൾക്ക് താല്പര്യവുമില്ല. ഇത് ഏറ്റവും വലിയ അപകടമാണ് നമ്മുടെ സമുദായത്തിന്റെ എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ പറയുന്നത്, ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ആ തിരുചര്യ പിൻപറ്റിയ മഹതിയാണ്. അതുകൊണ്ട് കന്യകത്വം പാലിച്ച് ജീവിക്കുക എന്നുള്ളത് ഇസ്ലാമികമല്ല. ഇസ്ലാം വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ധാരാളം പ്രതിഫലം നൽകുന്നു, ധാരാളം പുണ്യമുണ്ടെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. മഹദിയെ വിവാഹം ചെയ്തത് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ബിൻ ജഅഫർ സാദിഖ് ബിൻ മുഹമ്മദ് അൽ ബാക്കിർ അലി സയ്യിദ് അൽ ആബിദീൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നാണ് പേര്. ഭർത്താവിന്റെ മൊത്തം പേരാണ് ഞാൻ പറഞ്ഞത്. ഭർത്താവിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ നേരെ പറയാൻ പറ്റും ഇസ്ഹാഖ് ബിൻ ജഅഫർ സാദിഖ്. ജഅഫർ സാദിഖിന്റെ മകൻ ഇസ്ഹാഖ്. ഉപ്പാന്റെ പേരിനേക്ക് ചേർത്ത് പറഞ്ഞതാ. നമ്മളൊക്കെ പേര് പറയുമ്പോ എന്താ പറയാ? റഫീഖ, സലീം, ആയിഷ, അബൂബക്കർ. എന്ത് പുതിയാപ്പളിന്റെ പേര് അങ്ങനല്ല ഇടേണ്ടത്. പുതിയാപ്പളിന്റെ പേരിലേക്ക് ചേർത്തിയല്ല പേരിടേണ്ടത്. ഈ പുതിയാപ്പള തന്നെ എന്നും എന്റെ കൂടെ ഉണ്ടാവുന്ന ഉറപ്പ്, മനസ്സിലായോ? ഇങ്ങോട്ട് രേഖകളിലും മറ്റു ഫയലുകളിലും ഒക്കെ ഈ പേര് പുതിയാപ്പളിന് അങ്ങനെയല്ല. ബാപ്പ എന്നും നമ്മുടെ ബാപ്പ തന്നെയാണ്. അതുകൊണ്ട് ബാപ്പയിലേക്ക് ചേർത്താ പേരുണ്ട്. ആയിഷ ബീവിനെ പറയുമ്പം ആയിഷ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹു,
എന്നാ പറയാറുള്ളത്. അപ്പം ഖദീജ ബിൻത് ഖുവൈലിദ് എന്ന് പറയാറുള്ളത്. അതാണ് നമ്മുടെ ഇസ്ലാമിക ശൈലി. സ്വന്തം പിതാവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് പെണ്ണുങ്ങളെ നിങ്ങളെ പേരിടേണ്ടത്. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങളെ പേരിടേണ്ട വിഷയമാണ്, വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം അങ്ങനെയാണ് പേരിടേണ്ടത് കേട്ടോ. അത് നമ്മൾ എവിടെ എഴുതുകയാണെങ്കിലും അങ്ങനെ എഴുതണം, ഉപ്പാന്റെ പേരിലേക്ക് ചേർത്തി പേരെഴുതണം. അപ്പൊ നഫീസ റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവ് ഇസ്ഹാഖ് ബിൻ ജാഫർ സ്വാദിഖ് തങ്ങളായിരുന്നു. ഒരുപാട് ആളുകൾ വിവാഹം അന്വേഷിച്ചിരുന്നു ബീവിയെ. കാരണം നല്ല ഭംഗിയുള്ള, ഇബാദത്തിനും സുഹൃദിനൊക്കെ പറയുമ്പോൾ ഭംഗിയുള്ള ഒരു പെണ്ണുമായിരുന്നു ബീവി. ഒരുപാട് കല്യാണ അന്വേഷണങ്ങൾ വന്നു, മഹദിയുടെ മഹത്വവും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട്. പക്ഷേ അവിടുത്തെ ഉപ്പ അവരെയൊക്കെ സന്തോഷത്തോടെ തിരിച്ചയച്ചു. കാരണം മഹദിക്ക് ഇപ്പോൾ വിവാഹം വേണ്ട, മഹദി ഇബാദത്തിലും മറ്റുമായി കഴിയുന്ന ഒരു സന്ദർഭമായിരുന്നു, സാഹചര്യമായിരുന്നു. അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവസാനം ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ബിൻ ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വിവാഹാന്വേഷണം വന്ന സമയത്ത് അത് സ്വീകരിക്കുകയും ഉപ്പാന്റെ വീട്ടിൽ വെച്ച് തന്നെ വിവാഹം കഴിക്കുകയും രണ്ടുപേരും അവിടെ താമസിക്കുകയും ചെയ്തു. ആരാണ് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ബിൻ ജാഫർ സ്വാദിഖ് തങ്ങള് അവിടുത്തെ പരമ്പര ചെന്നെത്തുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. നഫീസ റളിയല്ലാഹു അൻഹയുടെ പരമ്പര ചെന്നെത്തുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. എന്നാൽ ഭർത്താവ് ഇവരുടെ പരമ്പര ചെന്നെത്തുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു. അപ്പൊ രണ്ടും ഒരുമിച്ച് കൂടി, ഹസനും ഹുസൈനും കൂടി ഒരുമിച്ച് കൂടുന്ന കുടുംബ പരമ്പരയാണ് മഹദിയുടേത്. ഈ ഭർത്താവിന്റെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന പേര് ഇസ്ഹാഖുൽ മുഅ്തമൻ എന്നാണ്. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന, ആർക്കും സംരക്ഷണം നൽകുന്ന വ്യക്തി എന്ന പേരിൽ ഇസ്ഹാഖുൽ മുഅ്തമൻ എന്ന പേരിലാണ് മഹദിയുടെ ഭർത്താവ് അറിയപ്പെട്ടിരുന്നത്. നല്ല മനുഷ്യനായിരുന്നു, ഖൈർ, എല്ലാവർക്കും ഗുണം ചെയ്യുന്ന, സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന, സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, നല്ല ദീനും മഹത്വവുമുള്ള ആളായിരുന്നു. അങ്ങനെയുള്ള പുതിയാപ്പളനെ തന്നെയാണ് ഉപ്പ കണ്ടെത്തിയത്. സയ്യിദ് ഹസൻ അൻവർ ഉപ്പ കണ്ടെത്തിയത് അങ്ങനെയുള്ള നല്ല പുതിയാപ്പളനെ തന്നെയാണ്. ഒരു വാപ്പനെ സംബന്ധിച്ചിടത്തോളം മകൾക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് അയാളുടെ ദീനാണ്. ചെക്കൻ ലഹരി ഇല്ലല്ലോ, ലഹരിയിൽ മുങ്ങിയിട്ടില്ലല്ലോ, പ്രവർത്തനങ്ങളില്ലല്ലോ, അതൊക്കെ നോക്കേണ്ടത്. അല്ലാതെ സമ്പത്ത് മാത്രം നോക്കി കെട്ടിച്ചാൽ നമ്മുടെ പെൺകുട്ടികൾ അവിടെ ദുരിത ജീവിതം നയിക്കും, അവർക്ക് സമാധാനം ഉണ്ടാവുകയില്ല. സ്ത്രീധനത്തിന്റെ പേരിലും സാമ്പത്തികമായ ഭദ്രത ഇല്ലാത്ത പേരിൽ നമ്മൾ പെൺകുട്ടികൾ ആ വീടുകളിൽ വേട്ടയാടപ്പെടും. അപ്പൊ ദീനുള്ള കുടുംബത്തിലേക്ക് കെട്ടിക്കണം. അല്പമെങ്കിലും ദീനിന്റെ, ഈമാന്റെ ബോധം, തഖ്വന്റെ ബോധം പുതിയാപ്പുറക്ക് ഉണ്ടാവണം. അങ്ങനത്തെ ആളുകൾ കെട്ടിക്കണം. അല്ലാഹു അങ്ങനെയുള്ള ജീവിതം നമ്മുടെ മക്കൾക്കും വേണ്ടപ്പെട്ടത് നൽകുമാറാട്ടെ. ഈ ക്ലാസ് കേൾക്കുന്നവരിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ, വിവാഹം കഴിയാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ അല്ലാഹു അത്തരത്തിൽ ദീനുള്ള നല്ല സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഉഷാറാക്കി പറഞ്ഞൂടി, നിങ്ങളോട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾക്കും വേണ്ടിയിട്ട് അത് ദുആ ചെയ്യണം. അപ്പം നല്ല ഖൈറിന്റെയും മഹത്വത്തിന്റെയും ദീനൊക്കെ ഉള്ള നല്ല പുതിയാപ്പളയാണ് കിട്ടിയത്. അത് ചെറിയ ചെറ്റക്കൂരായിരിക്കും ചിലപ്പോൾ ദീനുള്ളത്, പൈസ കാശുണ്ടാവില്ല, പക്ഷെ നല്ല സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ആ വീട്ടിൽ എപ്പോഴും ഐക്യം ഉണ്ടാവും. മറ്റേ വീട് വലുതായിട്ടും പറമ്പ് കുറെ ഉണ്ടായിട്ടും പണം കെട്ടിവെച്ചിട്ടൊന്നും കാര്യമില്ല. സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ ജീവിതം ദുരിതം തന്നെ, കരിവാരിത്തേച്ച ദുരിതപൂർണമായ ജീവിതമായി തീരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ മഹാനവറുകൾ ഇത്രയ്ക്ക് മഹത്വമുള്ള ആളായിരുന്നു ഈ ഭർത്താവ്. അദ്ദേഹം സംസാരിച്ചാൽ നല്ലതേ പറയൂ, നല്ലതേ സംസാരിക്കൂ. ബീവി നഫീസ റളിയല്ലാഹു അൻഹയുടെയും ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ബിൻ ജാഫർ റളിയല്ലാഹു അൻഹു ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പിറന്ന് രണ്ട് മക്കൾ ആരൊക്കെയാണ്? അദ്ദേഹം ഖാസിം, ഉമ്മു കുൽസൂം. രണ്ടും ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മക്കളെ പേരാണ്. അത്തരത്തിൽ നല്ല സ്വാലിഹീങ്ങളെ മക്കളെ പേരിട്ടാൽ
സ്വാലിഹീങ്ങളുടെ പേരിട്ടാൽ അത് നമ്മുടെ മക്കൾക്ക് ഗുണം ചെയ്യുന്ന. അപ്പോൾ മഹദിയുടെ മഹാന്റെയും രണ്ടുപേരുടെയും രണ്ട് മക്കളാണുള്ളത്. ഒന്ന് ഖാസിമാണ്, രണ്ട് ഉമ്മു കുൽസുമാണ്. ഈ രണ്ട് മക്കളെ അല്ലാഹു തആല അവർക്ക് നൽകി അനുഗ്രഹിച്ചു. ബീബി നഫീസ റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ വീട്ടിൽ വളരെ ഉഷാറായി ഉത്സാഹിച്ച് അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. താനൊരു ഇബാദത്തുള്ള പെണ്ണാന്ന് വിചാരിച്ച് ഭർത്താവിന്റെ വീട്ടിൽ എപ്പോഴും നിസ്കരിച്ച് നിൽക്കല്ല വേണ്ടത്. എന്നും നോമ്പ് നോറ്റ് ആ വീട്ടിൽ ശ്രദ്ധിക്കാതിരിക്കാൻ പാടില്ല. ഭർത്താവിന്റെ ഉപ്പാക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം, ഉമ്മാക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം, സ്വന്തം ഉമ്മ ഉപ്പയെ പോലെ കാണണം, അവിടെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കണം. നമ്മൾ ആ വീട്ടിലില്ലെങ്കിൽ അവർക്ക് സങ്കടം വരണം. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ വിഷയം? നിങ്ങൾ വിവാഹിതരാണെങ്കിൽ നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിലാണ് നിൽക്കുന്നെങ്കിൽ എപ്പോഴും അവർക്ക് സന്തോഷമായിരിക്കണം. ഭർത്താവിന്റെ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ നിങ്ങളവിടെ ഉണ്ടാവും. നിങ്ങളെ സാമീപ്യം, നിങ്ങളില്ലാത്ത നിങ്ങളുടെ അഭാവത്തിൽ അതിങ്ങനെ നേലിച്ച് കാണണം. അപ്പം അമ്മോശൻ അമ്മായിമ്മൊക്കെ പറയും, ഓളില്ലാഞ്ഞിട്ട് എന്തോ ഒരു സങ്കടം, ഓളില്ലാഞ്ഞിട്ട് അറിയുന്നുണ്ട് ഇവിടെ, നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഓള് വേണ്ടിനി എന്നൊക്കെ ഇങ്ങനെ പറയും. ചിലപ്പോൾ സ്വന്തം കുട്ടികളെക്കാളും പെൺമക്കളെക്കാളും മരുമക്കളോട് ഇഷ്ടമുള്ള എത്രയോ കുടുംബങ്ങൾ. കാരണം മനസ്സ് അറിഞ്ഞ് പ്രവർത്തിക്കുന്നു, മനസ്സ് തൊട്ടുള്ള ജീവിതം, ആ ജീവിതമാണ് ഏറ്റവും വലിയ. അപ്പൊ നമ്മളില്ലാത്തത് അവിടെ അങ്ങനെ അറിയണം, ടെൻഷനാവണം. എന്നാ വരിക, ഇതെന്താ വരാത്തത് എന്നൊക്കെ ചോദിച്ച് നമ്മളോടുള്ള സ്നേഹം എപ്പോഴും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അഭാവം അവർക്ക് എപ്പോഴും ഒരു ടെൻഷനായിരിക്കണം. അപ്പൊ ഞാൻ പറയുന്നത്, അത് എങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം? എല്ലാവർക്കും ഇഷ്ടം, നമ്മൾ ഇവിടെ ഏത് വീട്ടിലാണുള്ളത് ആ വീട്ടുകാർക്ക് സന്തോഷം, നമ്മളില്ലെങ്കിൽ അതിന്റെ സങ്കടം. അങ്ങനെയല്ല ജീവിതം വേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ നഫീസ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെയായിരുന്നു. രണ്ട് വീട്ടുകാർക്കും വളരെ ഇഷ്ടമായിരുന്നു. രണ്ട് വീട്ടിലും ആദരണീയരായ സ്വഭാവത്തിനുടമയായിരുന്നു നഫീസ റളിയല്ലാഹു അൻഹ. ഞാൻ പറഞ്ഞിരുന്നു, നല്ല ജീവിതം നയിച്ചു എന്ന് പറഞ്ഞാൽ പകലിലൊക്കെ അധിക ദിവസവും നോമ്പായിരിക്കും. രാത്രി നിസ്കരിച്ച് ബഹുമാനപ്പെട്ടവരുടെ സഹോദരന്റെ മകൾ സൈനബ് ഒരിക്കൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ അമ്മായിക്ക് ഖിദ്മത്ത് സേവനം ചെയ്തത് 40 വർഷമാണ്. നഫീസ ബീവിന്റെ സഹോദരന്റെ മോളാണ്. മോള് പറയാ, എൻ്റെ അമ്മായിക്ക് ഞാൻ 40 വർഷം സേവനം ചെയ്തു. ആ 40 ദിവസവും ഒരു രാത്രിയിലും ഉറങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പകലിൽ നോമ്പ് മുറിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്രക്ക് ദീൻ സംരക്ഷിക്കുന്ന തഖ്വയുള്ളവരായിരുന്നു എൻ്റെ അമ്മായി എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരിക്കൽ ഞാൻ എൻ്റെ അമ്മായിനോട് ചോദിച്ചു, നഫീസ റളിയല്ലാഹു അൻഹയോട്, എന്തിനാണ് അമ്മായി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എപ്പോഴും ഇബാദത്തിലായി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് ഒരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അമ്മായി എന്നോട് പറഞ്ഞു, മോളെ, എങ്ങനെ ഞാൻ ഇങ്ങനെ ഇബാദത്ത് ചെയ്യാതിരിക്കും, രാത്രിയിൽ നിന്ന് നിസ്കരിക്കാതിരിക്കും? കാരണം എൻ്റെ മുമ്പിലുള്ള കടമ്പകൾ വലുതാണ്, അള്ളാഹുവിലേക്കുള്ള കടമ്പകൾ. പടച്ച റബ്ബിന്റെ അടുത്തെത്തിയാൽ വിജയികളായ ആളുകളൊക്കെ കടമ്പ കടന്ന് വിജയശ്രീലാളിതരായി സ്വർഗത്തിലേക്ക് പോകുമ്പോൾ, അവൻ ഇഷ്ടപ്പെട്ട അടിമകളായി പോകുമ്പോൾ ആ കടമ്പകൾ എനിക്ക് കഴിച്ചു കടക്കണ്ടേ? അവന്റെ മുമ്പിൽ ഒരുപാട് കടമ്പകളുണ്ട്. അതൊക്കെ സ്വാലിഹീങ്ങൾ വിജയികൾ കടന്ന കടമ്പകളാണ്, അതെനിക്കും വിട്ടുകിടക്കേണ്ടേ എന്നായിരുന്നു മഹദി റളിയല്ലാഹു അൻഹ എന്നോട് പറഞ്ഞത് എന്ന് സഹോദരന്റെ മകൾ പറയാം. നമ്മളെ പറ്റിയൊക്കെ ആരങ്ങനെ പറയാം? മഹദി ധാരാളം സമ്പത്തുണ്ടെങ്കിലും അതൊക്കെ ചെലവഴിക്കുമായിരുന്നു ദീനിനു വേണ്ടിയിട്ട്, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി. സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പാവങ്ങൾക്ക് അത്താണിയായിരുന്നു, പാവങ്ങളെ സ്നേഹിച്ച് ജീവിച്ച മഹാനായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ബീവി നഫീസ റളിയല്ലാഹു അൻഹ. തളർവാദം പിടിപ്പെട്ടവർക്ക്
ഗുണം ചെയ്യുമായിരുന്നു. രോഗികളെ സംരക്ഷിച്ച് അവരോട് സ്നേഹത്തിൽ പെരുമാറുമായിരുന്നു. സാധാരണക്കാർക്കൊക്കെ ഇഷ്ടമായിരുന്നു. എല്ലാവർക്കും സമ്പത്ത് കൊടുത്തേക്കും. മനസ്സിലായോ? ചാരിറ്റി എന്നുള്ളത് മഹാന്മാരുടെ മഹതികളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. വീട്ടിൽ വന്ന ഒരാളെ നമ്മൾ മടക്കാൻ പാടില്ലല്ലോ. ഒരു പിരിവാരനെയോ കൈവലഞ്ഞ ഒരാളെയും മടക്കാൻ പാടില്ല. ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം. വിധവകൾക്ക് ആശ്വാസം പകരണം. എത്തീമക്കൾക്ക് സംരക്ഷണം നൽകണം. എത്തീമക്കളെ തല തടവിയാൽ അതിൻ്റെ മുടിയുടെ എണ്ണം അനുസരിച്ച് നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാന്ത്വന പ്രവർത്തനങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കണം. അത് നഫീസ് റളിയല്ലാഹു അൻഹു പൂർണ്ണമായി നിറവേറ്റിയിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മിസ്റിൽ വന്ന സമയത്ത്, ബീവി മിസ്റിലാണല്ലോ ഉള്ളത്, മദീനയിലാണ് വളർന്നതെങ്കിൽ പിന്നെ മിസ്റിലേക്ക് പോകുന്നല്ലോ. അപ്പൊ മിസ്റിൽ ഷാഫി ഇമാം വന്ന സമയത്ത് ധാരാളം സമ്പത്തുകളും മറ്റുള്ള നന്മകളുമൊക്കെ ഷാഫി ഇമാമിന് കൊടുത്തയക്കാറുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. അത്രക്ക് മഹത്വമുള്ള ആളായിരുന്നു നഫീസ റളിയല്ലാഹു അൻഹ. അവരുടെ ഭക്ഷണമാണെങ്കിലോ എപ്പോഴെങ്കിലും അല്പം തിന്നു അത്ര. 3 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മുടെ ഒരു ഉരുള ഭക്ഷണം എന്ന് പറയല്ലോ, അത് തിന്നാറുള്ളൂ, ഭക്ഷിക്കാറുള്ളൂ. ബാക്കിയുള്ള സമയം വെള്ളം കുടിച്ച് ശരീരത്തിന് ജീവിക്കാൻ ആവശ്യമായത് തിന്നാൻ വേണ്ടി ജീവിക്കാന്നല്ല, ജീവിക്കാൻ വേണ്ടി തിന്നുക. അതായിരുന്നു മഹാന്മാരുടെ സ്വഭാവം. അങ്ങനെയായിരുന്നു ബീവി നഫീസത്ത് ബിൽസിരിയ റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്നത്. അള്ളാഹു അവിടുത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് മറ്റുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് മഹാന്മാരുടെയും മഹതികളുടെയൊക്കെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. എല്ലാ പരീക്ഷണങ്ങളിലും നമുക്കും നമ്മുടെ മക്കൾക്കും കൂട്ടുകുടുംബാദികൾക്കും അള്ളാഹു വലിയ വിജയം നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.